ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് വന്നപ്പോൾ എവിക്ഷൻ റിലേറ്റഡ് കാര്യങ്ങൾ പറയാനായിട്ട്, എവിക്ഷനിലൂടെ ആരാണ് പുറത്താവുന്നതെന്ന് പറയാനായിട്ട് ലാലേട്ടൻ എല്ലാവരെയും എണീപ്പിച്ച് നിർത്തുന്നുണ്ട്. ഈ സമയത്ത് അനീഷിനോട് ആദ്യം ചോദിക്കുന്നുണ്ട്, ഇവരിൽ ആരെങ്കിലും ഒരാളെ സേവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയായിരിക്കും സേവ് ചെയ്യുന്നത്? അനീഷ് രണ്ടാമതൊന്നും ആലോചിക്കാൻ പോലും നിന്നില്ല, ഷാനവാസിന്റെ പേരങ്ങ് പറഞ്ഞു. ഷാനവാസ് ആണ് ഇവിടെ നിൽക്കാൻ എനിക്ക് ഏറ്റവും അധികം ആഗ്രഹമുള്ളത്. കാരണം എത്രയൊക്കെ ആണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് ഷാനവാസിനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ഷാനവാസ് ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കരിയറിലും ജീവിതത്തിലും ഒരുപാട് നേടാൻ ഇനി ബാക്കിയുള്ള ഒരാളാണ് ഷാനവാസ്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നു, എന്നിട്ട് അനീഷ് തന്നെയാണല്ലോ ഒരു നോമിനേഷൻ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നത് അത് ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് ജഡ്ജ് ചെയ്തിട്ട് കൊടുത്തതാണ്. ഇപ്പൊ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നതാണെങ്കിലും, ഈ ഫിസിക്കൽ അഗ്രഷൻ ആണെങ്കിലും, പിന്നെ ഓരോ കാര്യങ്ങളെ ചെറിയ പ്രശ്നങ്ങളിൽ നിന്നും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു സംഭവമാണെങ്കിലും എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നടന്ന പ്രശ്നങ്ങൾ വെച്ചിട്ടാണ് നോമിനേറ്റ് ചെയ്തതെന്ന് അനീഷ് ലാലേട്ടനെടുത്ത് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്, ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെ സേവ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ് നിങ്ങൾ സേവ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോ ഷാനവാസ് ചുറ്റും ഇങ്ങനെ പരതി നോക്കുന്നു. അനീഷിനെ കണ്ടു, പക്ഷെ അനീഷിന്റെ പേര് പറയണ്ടെന്ന് തന്നെ വെച്ചതാണ്. അനീഷിന്റെ പേര് പറയാതെ അനുമോളുടെ പേര് പറയുന്നു. അനുമോളെയാണ് ഇവിടെ നിർത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിൽ ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോ ലാലേട്ടൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സേവ് ചെയ്യുന്നു. സുഹൃത്തുക്കള് ഷാനവാസും അനീഷും അങ്ങോട്ടും ഇങ്ങോട്ടും സേവ് ചെയ്തിട്ട് ഇരിക്കുന്നു. അതാണ് ലാലേട്ടനും ടീമും ഉദ്ദേശിച്ചത്. പക്ഷെ ഷാനവാസ് അനുമോളുടെ പേര് പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്ത് പറ്റി? ലാലേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നു, അനീഷിന്റെ പേര് പറയുന്നില്ലേ എന്ന് പെട്ടെന്ന് ചോദിക്കുന്നു. അപ്പം ഷാനവാസ് ചോദിക്കും, ഞാൻ അനീഷിനെ കണ്ടില്ലല്ലോ, ഞാൻ ഓർത്ത് അനീഷിനെ എന്നെ ഒഴികെ ബാക്കി ആരെ വേണമെങ്കിലും പറയാമെന്നാണ് ഞാൻ ഓർത്തതെന്ന് ഷാനവാസ് പറയുന്നു. എന്നിട്ട് പിന്നെ അനീഷിന്റെ പേര് പറയുന്നുണ്ട്, അനീഷിനെ സേവ് ചെയ്ത് ഇവിടെ ഇരുത്താനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാനാണ് അനീഷിനെ തിരുത്തുന്നത് എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ പറയുന്നു, അനീഷ് അങ്ങനെയല്ലല്ലോ പറഞ്ഞു, അനീഷ് പറഞ്ഞ് തിരിച്ചാണല്ലോ എന്ന രീതിയിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഇതിൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഷാനവാസിന്റെ ഗെയിമാണ് പുറത്തു വന്നത്. അനീഷിന്റെ സൗഹൃദത്തില് സത്യമുണ്ട്, അത് വളരെ നല്ല രീതിയിലുള്ള ഒരു സൗഹൃദമാണെന്നും അതിൽ സത്യമുണ്ടെന്നും നന്മയുണ്ടെന്നും ഒക്കെ എനിക്ക് മനസ്സിലായതാണ് ഓൾറെഡി. ഷാനവാസിന്റെ ആ ഒരു സ്നേഹത്തിലും സൗഹൃദത്തിലും ഒന്നും അത് കണ്ടിട്ടില്ല. അത് പ്രകടനമായിട്ട് അത് മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വെറും പ്രഹസനമായിട്ടും പ്രകടനമായിട്ടും മാത്രമാണ് തോന്നിയിട്ടുള്ളത്. അത് അനീഷ് ഷാനവാസിന്റെ പുറകെ പോയി എന്നൊക്കെ പലരും പറയുന്നത് കേട്ടു. ഷാനവാസ് ആണ് അനീഷിന്റെ പുറകെ പോയത്. അനീഷിനെ ഒറ്റയ്ക്ക് വിടാൻ കഴിയാഞ്ഞിട്ട് അനീഷിന്റെ പുറകെ പോയതാണ്. അനീഷിന് സപ്പോർട്ട് വരും, അനീഷ് ഈ രീതിയിലുള്ള ഒരു ഗെയിമാണ്, ഓഡിയൻസ് ഗെയിമാണ് കളിക്കുന്നതെന്ന് മനസ്സിലാക്കി പുറകെ പോയതാണ്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ഷാനവാസ് തന്നെ പറയുന്നുണ്ട്, ഒരു കൈ അകലത്ത് നിർത്താതെ സുഹൃത്തായിട്ട് തന്നെ, ആത്മാർത്ഥമായ സുഹൃത്തായിട്ട് തന്നെ, ലൈഫ് ലോങ് ആയിട്ടുള്ള സുഹൃത്തായിട്ട് തന്നെ അനീഷ് കണ്ടു. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, പുറത്തും ഇവര് നല്ല സുഹൃത്തുക്കൾ തന്നെയായിരിക്കും. അനീഷിന് ഷാനവാസിനോട് ഒരു രീതിയിലുള്ള വിരോധവും ഇല്ല. മനസ്സിലായില്ലേ? നല്ല രീതിയിൽ തന്നെ ഇവര് സുഹൃത്തുക്കളാവാനായിട്ടുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഷാനവാസ് ഈ ഹൗസിനകത്ത് കാണിക്കുന്ന ഈ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂർലി ദാറ്റ്സ് ഗെയിം ഫോർ ഹിം. നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കാനായിട്ട്, ഗെയിമിന് വേണ്ടി അനീഷിനെ ഷാനവാസ് യൂസ് ചെയ്യുകയാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ചെറിയ കാര്യത്തിൽ തന്നെ നമുക്കത് മനസ്സിലാവും. എന്നിട്ട് ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, കേട്ടോ, നിങ്ങള് ആണല്ലോ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത്, എന്തുകൊണ്ടാണ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ അനീഷ് ഒരുപാട് കാരണങ്ങൾ നിരത്തി പറയുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഉള്ളിന്റെ ഉള്ളില് ഷാനവാസിനോട് സോഫ്റ്റ് കോർണറും വെളിയില് കാണിക്കുന്നത് ഷാനവാസ് പുറത്തു പോകണമെന്നോ ആണല്ലോ എന്ന്. അപ്പൊ അതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഷാനവാസും അനീഷിനെ നോമിനേറ്റ് ചെയ്തു, അതും ചോദ്യം ചെയ്യണം. അനീഷിനെ ചോദ്യം ചെയ്യുമ്പോൾ ഷാനവാസ് നോമിനേറ്റ് ചെയ്ത കാര്യം ചോദ്യം ചെയ്യണം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗെയിം കളിക്കുന്നുണ്ട്. ഇപ്പോ ആര്യൻ അക്ബറിനെതിരെ ഗെയിം കളിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും ഈ സീസണിലെ വളരെ ശക്തരായിട്ടുള്ള രണ്ട് പ്ലെയേഴ്സ് തന്നെയാണ്. എത്രയൊക്കെ അല്ല എന്ന് ആരൊക്കെ പറഞ്ഞാലും ഇവർ രണ്ടുപേരും ശക്തരായിട്ടുള്ള ഈ സീസൺ ഓർത്തിരിക്കാൻ പാകത്തിനാക്കിയ രണ്ടുപേര് തന്നെയാണ്. ഇപ്പൊ അനീഷ് ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.